നമ്മൾ തുടക്കത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു ഭീകരതയ്ക്കെതിരായ പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന സ്ത്രീ ശക്തിയെക്കുറിച്ച്. ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര ജന്മസ്ഥാനത്ത് നിന്നും കശ്മീരിലേക്ക് ഇന്നലെ ആരംഭിച്ച ബുള്ളറ്റ് യാത്രാ സംഘത്തിൽ 10 പേർ വനിതകളാണ് എന്നതും നമുക്ക് അഭിമാനിക്കാം. ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ സ്പോൺസർഡ് ഭീകരവാദത്തിന്റെ അവസാന വേരും അറുത്തെടുക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ ദേശീയതയുടെ ശബ്ദമാവുകയാണ് സ്ത്രീകൾ. അതേസമയം ഈ യാത്ര, കശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്ര കോയമ്പത്തൂരിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചലോ LOCക്ക് നേതൃത്വം നൽകുന്ന R രാമാനന്ദൻ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീ രാമാനന്ദൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇത്തരമൊരു യാത്രയ്ക്ക് മുൻകൈ എടുത്തതിന് നന്ദി കൂടി പറയുകയാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. സ്ത്രീ ശക്തി നിങ്ങളുടെ ഭാഗമാകുന്നു എന്നതിൽ നമുക്ക് വലിയ സന്തോഷവുമുണ്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു യാത്ര, ഇത്തരമൊരു ആശയം മനസ്സിലേക്ക് വന്നത് എന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? പെഹൽഗാം അക്രമത്തിന് ശേഷമാണ് ചലോ LOC എന്നുള്ളൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം തന്നെ ഭീകരതയോട് യാതൊരു തരത്തിലും സന്ധി ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ധാരാളം പേര് പ്രതികരിച്ചു. ആ പ്രതികരണത്തിന്റെ ഒരു ഫലമായിട്ട് ഒരു സംഘടന ഉണ്ടായി, ചലോ LOC. അതിൽ സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സും. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ സന്ദേശമായിട്ടാണ് ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ശാരദാ ക്ഷേത്രം വരെ യാത്ര ചെയ്യുന്നത്. ചലോ LOC ടീത്വാൾ, കശ്മീരിലെ ടീത്വാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ശാരദാ ക്ഷേത്രം ഉള്ളത്. അത് ലൈൻ ഓഫ് കൺട്രോളിലാണ്. കിഷൻഗംഗയാണ് അവിടെ ലൈൻ ഓഫ് കൺട്രോൾ. അവിടം വരെ ഞങ്ങൾ യാത്ര ചെയ്യാണ്. ഏതാണ്ട് 3600 കിലോമീറ്റർ. ഞങ്ങളിപ്പോ ഏതാണ്ട് സേലത്തിന് 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെലക്ഷൻ വന്നത്? ഇത്ര പേർ പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്? നമ്മുടെ ആശയപ്രകാരം 100 ബുള്ളറ്റുകൾ കൊണ്ട് നമ്മുടെ നിശബ്ദരാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ 100 ബുള്ളറ്റുകൾ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റുകൾ ശബ്ദിക്കും, അങ്ങനെ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ഗ്രൂപ്പായിരുന്നു. 1000ഓളം പേര് രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പായിരുന്നു. ഒരുപാട് സ്ക്രൂട്ടനി ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, സുരക്ഷാ കാര്യങ്ങൾ, വണ്ടിയുടെ ഫിറ്റ്നസ്, ആളുകൾക്ക് സാമ്പത്തികമായി കയ്യിൽ നിന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഗണിച്ച് അങ്ങനെ നോക്കിയാണ് ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൂടെ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന സംഘത്തിൽ 26 പേരാണുള്ളത്. 26 പേരാണ് റൈഡേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ മൊത്തം 48 പേരാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അക്കമ്പനി ചെയ്യുന്ന 3 കാറുകളുണ്ട്. 26 ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സംഖ്യ കൂടിയാണ്. പെഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾ 26 ആണ്. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ബുള്ളറ്റുകൾ, കേരളത്തിൽ ചെല്ലുന്ന ബുള്ളറ്റുകൾ 26 ആണ്. ഇടയിൽ വെച്ചൊക്കെ ഞങ്ങളുടെ കൂടെ പല സ്ഥലത്തു നിന്നും ബുള്ളറ്റുകൾ കൂടി ചേരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് 100 എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ പുറപ്പെട്ട് ഈ സേലത്തിനടുത്ത് വരെ എത്തിച്ചേർന്നല്ലോ. എങ്ങനെയാണ്? വളരെ ശക്തമായ ഒരു സന്ദേശവുമായാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭാരതത്തിലെമ്പാടും ഈ സന്ദേശം എത്തേണ്ടതുമുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പോയിന്റുകളിൽ നിങ്ങൾ അവിടെ തുടർന്നുകൊണ്ട് ഈ സന്ദേശം പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അതോ തുടർച്ചയായി ഈ യാത്ര ഇങ്ങനെ LOC വരെ എത്തുക എന്നുള്ളതാണോ? അല്ല, ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വീകരണങ്ങളൊക്കെ ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊക്കെ ദേശീയ ബോധമുള്ള, പാട്രിയോട്ടിക് ഫെർവറുള്ള ധാരാളം പേരുകൾ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ പാലക്കാട് വെച്ചിട്ട് പ്രശാന്ത് ശിവൻ, കൃഷ്ണകുമാർജി ഇവരൊക്കെ ഞങ്ങളെ സ്വീകരിച്ചു. അതിനുശേഷം ഞങ്ങള് ശൃംഗേരി ശാരദാമഠം കോയമ്പത്തൂരിലായിരുന്നു ഞങ്ങളുടെ താമസമൊക്കെ ഉണ്ടായിരുന്നത്. അവരാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത്. അവരാണ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ സമന്വയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നാളെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ കർണൂലില് അവധൂത നാഥാനന്ദജിയുടെ ഒരു സ്വീകരണം ഉണ്ട്. അതിനുശേഷം ഹൈദരാബാദില് ഭാഗ്യനഗർ, അവിടെ വീണ്ടും ശാരദാപീഠത്തിന്റെ ഒരു സ്വീകരണം ഉണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇപ്പൊ ഹൊസൂർ, കൃഷ്ണഗിരി ഇവിടങ്ങളിലൊക്കെ പല സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ദേശീയത ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം നിങ്ങളെ ഇനിയും മുന്നോട്ട് നയിക്കുന്നതിന് വലിയ ഊർജ്ജമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും ഇതുവരെയുള്ള അനുഭവം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്നുള്ളത്. ഞങ്ങളുടെ തന്നെ ഒരു സംഘത്തിന്റെ ഒരു വീര്യം ഓരോ ദിവസം കൂടി വരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നലത്തെക്കാൾ ഉഷാറിലാണ് ഇന്ന് എല്ലാവരും ഉള്ളത്.
ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നവർ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകാൻ പോകുന്നത്. പലയിടങ്ങളിലും നിങ്ങൾക്ക് സ്വീകരണമുണ്ട്. പക്ഷേ ഈ ഒരു സന്ദേശം അവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ അവിടെ നിന്നുള്ള ആളുകളെ കൂടെ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതോ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം, മലയാളികൾ മാത്രമാണോ ഈ സംഘത്തിൽ ഉണ്ടാവുക? അല്ല, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഭാരതത്തിന്റെ മൊത്തം ഭാരതത്തിന്റെ പരിച്ഛേദം എന്ന നിലയിൽ തന്നെ എല്ലാ ഭാഗത്തുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബുള്ളറ്റ്സ് അഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്നുള്ള സന്ദേശം എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ട്. ഇന്നലെ തമിഴ്നാട്ടിന്റെ മീഡിയ വിങ് മുഴുവൻ വന്നിരുന്നു. അവരെല്ലാം വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ ഒരുപാട് പത്രപ്രതിനിധികളാവട്ടെ, സന്നദ്ധ സംഘടനകളാവട്ടെ, ഇവരെല്ലാം ഞങ്ങളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും കൂടെ കൂടാമെന്ന് പറയുകയും കൂടെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകും നിങ്ങളുടെ യാത്ര? 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതാണ്ട് 3600 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഇത്തരം ഒരു ആശയം ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് വന്നത് എന്ന്. ഇത്തരം ഒരു ആശയം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഈ തരത്തിൽ ബുള്ളറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് എത്തുക, അതുപോലെ സാഹസികത നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ ബുള്ളറ്റിൽ യാത്ര ചെയ്യുക, ലോസി വരെ യാത്ര ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സാഹസികമായ ഒരു ഏരിയ കൂടി ഇതിൻ്റെ കൂടെ ചേരുന്നുണ്ടല്ലോ, അതെങ്ങനെ ചേർത്ത് വെച്ചു? ഭാരതം വീരപ്രസവിനിയാണെന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. വീരന്മാരെയും വീരസ്ത്രീകളെയും പ്രസവിച്ച നാടാണെന്നാണ് പഠിച്ചിട്ടുള്ളത്. അത് രക്തത്തിൽ ചെറിയ കുട്ടിയാകുമ്പോളെ ഞങ്ങളുടെയൊക്കെ രക്തത്തിൽ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പൊ കൂട്ടത്തിലുള്ള സ്ത്രീകളോടുകൂടി ചോദിക്കൂ, എന്താണ് അവർ ഇതിന്റെ കൂട്ടത്തിൽ കൂടാൻ കാരണം? ഇനി മുന്നോട്ട് അവരെ എങ്ങനെയാണ് നയിക്കുന്നത്? ഈ ഒരു ഊർജ്ജം അവർ എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്? കൂടാനുള്ള കാരണം റാംജിയുടെ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇതൊരു പ്രതിഷേധം പോലെയാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. അതായത് പറഞ്ഞ പോലെ ടെറർ അറ്റാക്കിൽ അങ്ങനെ ടെററിസം കാണിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെ ഭയപ്പെടുന്ന ആൾക്കാരെല്ലാം നമ്മൾ എന്നുള്ള ഒരു സന്ദേശം കൂടി പറയണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാൻ ഒരു മീഡിയം നോക്കിയിരുന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു മീഡിയം കൂടിയായിരുന്നു അത്. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് എല്ലാം ഒത്തുവന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തത്. പറഞ്ഞോളൂ. ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ കുട്ടി സഞ്ചരിക്കുന്നുണ്ട്. ഒരു കാറുണ്ട്, ആ കാറിലാണ്. ഇദ്ദേഹം ഒരു പൂജാരിയാണ് ക്ഷേത്രത്തിലെ. അദ്ദേഹത്തിന്റെ വൈഫാണ്. ഒരു ഫാമിലി സഞ്ചരിക്കുന്നുണ്ട്, 2 ഫാമിലി സഞ്ചരിക്കുന്നുണ്ട്. ഇൻഫാക്ട് 2 ഫാമിലി സഞ്ചരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ബുള്ളറ്റിനൊപ്പം ഈ ഫാമിലി സഞ്ചരിക്കുന്ന കാറും ഉണ്ടാകും? അല്ല, ഫാമിലി സഞ്ചരിക്കുന്ന ഹസ്ബൻഡും വൈഫും ബുള്ളറ്റിലാണ്. കുട്ടി ഞങ്ങൾക്ക് അക്കമ്പനി ചെയ്യുന്ന കാറിലാണ് വരുന്നത്. ഓക്കെ, കുട്ടികളടക്കം ഇതിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്ന വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനി രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ എത്തുമ്പോഴോ ഒക്കെയും ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ, അതായത് ഒരു പക്ഷേ പൊതുജനങ്ങൾക്ക് കൂടി അവബോധം നൽകുന്ന രീതിയിൽ ഈ തരത്തിൽ ഈ ഭീകരാക്രമണത്തിനെതിരെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, ശക്തമായൊരു നിലപാട്, ആ നിലപാട് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുന്ന തരത്തിൽ പൊതുജനങ്ങളെ കൂടി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. നമ്മള് ഒരു പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇറങ്ങി പുറപ്പെടുന്നത്. ഞങ്ങൾ ഒരാളോട് പോലും 1 രൂപ പോലും ഞങ്ങൾക്ക് ഈ യാത്രയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ യാതൊരുവിധ സപ്പോർട്ടുകളും ആ നിലയ്ക്ക് ചെയ്തിട്ടില്ല. എല്ലാം നമുക്ക് ഇങ്ങോട്ട് വന്നു ചേർന്ന സപ്പോർട്ടാണ്. എല്ലാവരും ഇതോട് സഹകരിച്ച എല്ലാവരും ആവട്ടെ, കേരളത്തിന്റെ ഗവർണർ ആകട്ടെ, രാജീവ് ചന്ദ്രശേഖർജി ആവട്ടെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ഇങ്ങോട്ട് ഓഫർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം തീർച്ചയായിട്ടും ഇതില് നിഴലിച്ചു നിൽക്കുന്ന ദേശീയതയുടെ ശബ്ദം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ രാജ്യ തലസ്ഥാനത്ത് എത്തുന്ന സമയത്ത് അതിന്റെ ഒരു പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റത്, നിങ്ങൾ ഈ LOC വരെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന്റെ പെർമിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നത് അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ലഭ്യമായത്? അതിനുള്ള രീതികൾ എങ്ങനെയായിരുന്നു, നടപടികൾ എങ്ങനെയായിരുന്നു? പക്ഷെ അതൊരു ഇൻഫർമേഷൻ കൂടിയാകും ബാക്കിയുള്ളവർക്ക്. നമുക്ക് പെർമിഷൻ വേണ്ടത് ടീറ്റ്വാളിലേക്ക് പോകാനാണ്. കാരണം അത് ലൈൻ ഓഫ് കൺട്രോൾ ആയതുകൊണ്ട് അവിടെയൊക്കെ ഒരു ആർമിയുടെ പെർമിഷൻ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഒക്കെ വേണം. നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേക മാറിയ സാഹചര്യത്തിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ അത് ലൈസൻസ് ചെയ്യുന്നുണ്ട് വേറെ നിലയിലൊക്കെ ആയിട്ട്. ബാക്കി എവിടെയും സഞ്ചരിക്കാൻ വേറെ പെർമിഷൻസ് ഒന്നും വേണ്ട. ഭാരതീയന് എല്ലാ സ്ഥലത്തും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഇന്ന് ഭാരതത്തിലുണ്ട്. തീർച്ചയായിട്ടും ആ ലൈൻ ഓഫ് കൺട്രോൾ അവിടെ ആ ഭാഗത്തേക്ക് എത്തുമ്പോഴുള്ളൊരു പെർമിഷൻ്റെ പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ ഈ ഭീകരാക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ സ്വാഭാവികമായി സുരക്ഷ കണക്കിലെടുത്ത്, നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഉണ്ടാകുമല്ലോ. പക്ഷേ പോകുന്ന വഴികളിൽ യാത്ര, കാലാവസ്ഥ, പലതരത്തിലുള്ള ആളുകൾ, ഇവരെയൊക്കെയും ആ തരത്തിൽ കൂടി നമ്മുടെ ഒരു ശക്തമായ സന്ദേശം ഉൾക്കൊള്ളുന്നതിനൊപ്പം തന്നെ ഈ ബുള്ളറ്റിലുള്ള യാത്ര നൽകുന്ന
ഒരു നമ്മൾ മുന്നോട്ട് അതൊരു ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശക്തിയുള്ളൊരു വാഹനമായിട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്, ആ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ശക്തി അവിടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഈ പോകുന്ന വഴികളിലൊക്കെ പക്ഷേ പലതരത്തിലുള്ള സാഹചര്യങ്ങളാകാം, കാലാവസ്ഥയാകാം, ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുക? നിങ്ങൾ ഈ യാത്ര ത്രൂ ഔട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണോ, അതോ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചുകൊണ്ടുള്ള ഇതാണോ? എത്ര ദിവസം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഒരു ദിവസം ഏതാണ്ട് 500ഓളം കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായിട്ട് സാമാന്യ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആരും ഇതില് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സ് ഇല്ല. ഒരു എക്സ്പീരിയൻസ്ഡ് റൈഡർ ഉള്ളത് ജോഷിയേട്ടനോടൊപ്പം, ജോഷിയേട്ടൻ, പിന്നെ ഒരു ദില്ലേക്ക്, അരുൺ, ഇങ്ങനെ 3 പേരെ സത്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദീർഘദൂര റൈഡേഴ്സ് ഉള്ളൂ. ഓൾ ഇന്ത്യ ഒക്കെ ചെയ്തിട്ടുള്ള സുകന്യ ഒക്കെ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാവരും സത്യം പറയുകയാണെങ്കിൽ അമച്വർ റൈഡേഴ്സ് ആണ്, ആരും പ്രൊഫഷണൽസ് അല്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു റൈഡ് പോകുന്ന അത്രയും സ്പീഡിൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും ഗ്യാപ്പ് എടുക്കുന്നുണ്ട്, പിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി നിർത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി രാമാനന്ദ്, നിങ്ങളുടെ ടീമിനും രാമാനന്ദിനും. ഓൺ ടൈമാണ്, യെസ് യെസ്, ഇതുവരെ നമ്മൾ ഓൺ ടൈം ആണ്. ഇനിയും ഓൺ ടൈം ആയിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഏതായാലും കൂടുതൽ സമയം നിങ്ങളിൽ നിന്ന് അപഹരിക്കുന്നില്ല. കാരണം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ വലിയ സന്ദേശം അത് ഞങ്ങൾക്കൊക്കെയും കഴിയാത്ത, ഞങ്ങളുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്, ഈ യാത്ര നടത്തുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന് നന്ദി കൂടി ഞങ്ങൾ പറയുകയാണ് ഈ ഘട്ടത്തിൽ. രാമാനന്ദിനും ഒപ്പം ടീം മെമ്പേഴ്സ് ഓരോരുത്തർക്കും ഇനി മുന്നോട്ടുള്ള ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ വളരെ സക്സസ്ഫുള്ളായ ഒരു യാത്രയായി LOC വരെ ചെല്ലട്ടെ. നമ്മുടെ ശബ്ദം നമുക്ക് എങ്ങനെയൊക്കെ ഈ ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുമോ, നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ, അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണയുണ്ട്. മുന്നോട്ട് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വളരെ നന്ദി രാമാനന്ദ്, ഇത്രയും സമയം നൽകിയത്. ഭാരത് മാതാ കി ജയ്. തീർച്ചയായും.